നമ്മൾ ദൈവസനിൽ പഠിക്കുന്നതായ കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളതായ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സഹോദരന്മാർ പറഞ്ഞു, ആ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ അവർക്ക് പിടികിട്ടുന്നില്ല, അതുകൊണ്ട് ഒന്ന് ഡിസ്പ്ലേ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. സ്റ്റഡീസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിനെ രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു 30%, എൻ്റെ പെർസെൻറ്റേജ് ശരിയാണോ എന്നറിയത്തില്ല, ഒരു 30% വിഷ്വൽ എയ്ഡ്സിൽ കൂടാണ് നമുക്കത് ലഭിക്കുന്നത്. അതിന് അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, നമുക്കത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരു 30% കേൾവിയിൽ കൂടാണ് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിയുന്നത്. പിന്നെ ഒരു 30% നമ്മൾ വായിക്കുന്നതിൽ കൂടാണ്. പിന്നെ ഒരു 10% നമ്മൾ എഴുതുന്നതിൽ കൂടാണ് നമ്മൾക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ സഹോദരന്മാരുടെ അഭിപ്രായ പ്രകാരം ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ പോയിന്റുകൾ ഇങ്ങനെ ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് നമ്മൾ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാര്യമാണ് പഠിക്കുന്നത്. എന്താണ് പരിശുദ്ധാത്മാവ്, സഭയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മളെല്ലാം പരിശുദ്ധാത്മാവിന് സ്ഥാനം കൊടുക്കുന്നവരും നിയന്ത്രിക്കപ്പെടുന്നവരും പരിശുദ്ധാത്മാവിന് പ്രാധാന്യം നൽകുന്നവരുമാണ്. അപ്പോൾ നമ്മൾ ഈ പരിശുദ്ധാത്മാവ് എന്താണെന്നും അതിൻ്റെ പ്രവൃത്തി എന്താണെന്നും എങ്ങനെയാണ് നമ്മിൽ പ്രവർത്തിക്കുന്നതെന്നും ഇപ്പോൾ പരിശുദ്ധാത്മാവിന് എന്താണ് സ്ഥാനമെന്നും ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതിനുള്ളതായ പഠനമാണ് നമ്മൾ ചെയ്യുന്നത്. പെന്തക്കോസ്തുകാരാകുന്ന നമ്മൾ അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ളതായ ഒരറിവ് നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തോന്നിയതായ ഞാൻ പറഞ്ഞ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ പല ക്ലാസ്സുകളിലായിട്ട് പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപക്ഷെ ആവർത്തന വിരസതയായിരിക്കാം, എന്നാൽ തന്നെയും ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ ക്രമീകൃതമായിട്ട് ചെയ്തു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നതായ കാര്യമെന്ന് പറയുന്നത് സ്റ്റഡി അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്, അല്ലെങ്കിൽ ന്യൂമാറ്റോളജി എന്നാണ് ഇതിന് വേദശാസ്ത്രത്തിൽ പേര് പറയുന്നത്, ന്യൂമാറ്റോളജി. അപ്പോൾ എന്താണ് ന്യൂമാറ്റോളജി, അതെങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ദ വർക്ക് ഓഫ് ദ സ്പിരിറ്റ് വിതിൻ ദി ചർച്ച്, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് സഭയിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനിയും എന്താണ് ന്യൂമാറ്റോളജി എന്നതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, അതൊന്നുകൂടെ ഒന്ന് ആവർത്തിക്കുകയാണ്. ന്യൂമാറ്റോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ദ ടു ഗ്രീക്ക് വേർഡ്, രണ്ട് വാക്കുകളുടേതായ കോമ്പിനേഷൻ അല്ലെങ്കിൽ സങ്കലനം, സംയോജിച്ചുള്ളതായ പദമാണ് ന്യൂമാറ്റോളജി എന്ന് പറയുന്നത്. ന്യൂമ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ സ്പിരിറ്റ് അല്ലെങ്കിൽ എയർ എന്നതിന് പറയാം. അതിന് ന്യൂമ എന്ന് പറയുന്നു. അതിന് എബ്രായ പദത്തിൽ കൊടുത്തിരിക്കുന്നത് റൂഹ് എന്ന പദമാണ്, റൂഹ. ഇനിയും ന്യൂമ എന്നും ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ്സ് അല്ലെങ്കിൽ വേർഡ്, വചനം, അല്ലെങ്കിൽ ഗ്രീക്കിൽ മറ്റൊരു പദം പറയുന്നു ഡിഡാക്കെ എന്ന് പറഞ്ഞാൽ ടീച്ചിങ്സ് എന്നാണ്. അപ്പം ഈ രണ്ട് വാക്കുകളുടേതായ കോമ്പിനേഷനാണ് എന്തെന്ന് പറയുന്നത്, ന്യൂമാറ്റോളജി എന്നുള്ളതായ പദം അതിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും നമ്മൾക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതായ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയുന്നു. വൈ ഷുഡ് വി സ്റ്റഡി ദ ഹോളി സ്പിരിറ്റ്, എന്തിനാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുന്നത് എന്നതാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഹോളി സ്പിരിറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ക്രിസ്ത്യൻ ബിലീഫ് ഓർ ക്രിസ്ത്യൻ ഫെയ്ത്ത്. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, ആകത്തുക എന്ന് പറയുന്നത് എന്താ, പരിശുദ്ധാത്മാവ്. അപ്പം നമുക്ക് രൂപാന്തരമുണ്ടായത്, നമ്മളെ രക്ഷയിലേക്ക് നയിച്ചത്, കർത്താവിനെ രക്ഷിതാവായി കൈക്കൊള്ളുവാൻ നമുക്ക് പ്രേരണ തന്നത്, ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചതും അപ്പോൾ തന്നെ അടിസ്ഥാനപരമായിട്ടും നമ്മുടെ വിശ്വാസത്തെ നിലനിർത്തുന്നതും എന്താണ്, പരിശുദ്ധാത്മാവാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. അതൊന്നുകൂടെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു എന്നതേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഓൺലി ബൈ ദ ഹെൽപ്പ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് വി ക്യാൻ ലീഡ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും, ഇപ്പോൾ എത്ര തിയോളജി നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാലും, ലോകപ്രകാരം എത്ര അറിവുണ്ടെന്ന് പറഞ്ഞാലും, എത്ര സമർത്ഥനാണെന്ന് പറഞ്ഞാലും, വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ അതൊന്നും ഉതകത്തില്ല. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തന്നെ നമുക്ക് ആവശ്യമായിരിക്കുന്നു എന്നതാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യമോ പറഞ്ഞു. ഒന്ന്, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, ബേസിക് എന്ന് പറയുന്നത് എന്താ, പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്,
നമ്മളുടേതായ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ, ഈ ദുഷ്ടലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് വിജയം നേടണമെങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് one cannot understand the beginning, growth and ministry of the Christian church. ക്രിസ്തീയ സഭയുടേതായ ആരംഭത്തെക്കുറിച്ചും അതിൻ്റെ വളർച്ചയെക്കുറിച്ചും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും മനസ്സിലാക്കുവാൻ നമുക്ക് എന്താ ആവശ്യമായിരിക്കുന്നു? പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. സഭയുടെ വളർച്ച എന്താണെന്നും സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. അതാണ് മൂന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞത്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, when we study about the Holy Spirit, it helps us to move closer towards God. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു? മറ്റൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു, നമ്മളെ സഹായിക്കുന്നു. നമ്മളെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതായ ഒരു ഘടകം കൂടെയാണ് എന്തെന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം. കൂടാതെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിനാലാണ് എഴുതപ്പെട്ടത്. ആ വചനം നമുക്ക് മനസ്സിലാക്കുവാൻ നമുക്ക് വിവേചിച്ച് തരുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് തരുന്നതെന്ന് പറയുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞു. അനവധി കാര്യങ്ങളുണ്ട്, എന്നാൽ വളരെ പ്രധാനപ്പെട്ടതായ 1-2 പോയിന്റുകളാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഇനിയും അടുത്ത കാര്യം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്, വൈ ഡു വി സേ ഇറ്റ് ഇസ് സ്പിരിറ്റ്? എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ആവർത്തിച്ചതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഒന്നുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഈ പഠിക്കുമ്പോൾ അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇൻട്രഡക്ഷനായിട്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ ആത്മാവ് എന്ന് പറയുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. അത് പറയുന്നത്, ബിക്കോസ് വി കനോട്ട് ലിമിറ്റ് ഇറ്റ് വിത്ത് എ കണ്ടെയ്നർ ഓർ എ പ്ലേസ്. അപ്പം ഇതിനെ നമുക്കൊരു പാത്രത്തിൽ, ആത്മാവിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഒരു പാത്രത്തിൽ ഒതുക്കുവാനോ ഒരു സ്ഥലത്ത് ഒതുക്കുവാനോ കഴിയുന്നില്ല. ആയതിനാലാണ് നമ്മൾ എന്ത് പറയുന്നത്, ആത്മാവ് എന്ന് പറയുന്നത്. തന്നെയുമല്ല, നോട്ട് ഓൺലി ദാറ്റ്, we cannot touch and see, that is why we say it is spirit. നമുക്ക് ആത്മാവിനെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ടച്ച് ചെയ്യാൻ, തൊടാൻ കഴിയത്തില്ല. പിന്നെ നമുക്ക് കാണാൻ കഴിയത്തില്ല. കാറ്റിനെ നമുക്ക് തൊടാൻ കഴിയത്തില്ല, കാണാൻ കഴിയത്തില്ല എന്നതുപോലെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തൊടാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാം. കാറ്റടിച്ചാൽ അതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയും, പക്ഷെ കാറ്റിനെ കാണാൻ കഴിയത്തില്ല. എന്നതുപോലെ ആത്മാവിനെ നമുക്ക് ഒരു പാത്രത്തിൽ ഒതുക്കുവാനോ ഒരു സ്ഥലത്ത് ഒതുക്കുവാനോ കഴിയത്തില്ല. ആയതിനാലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിനെ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാമത്തെ കാര്യം പറയുന്നത്, വി ബിലീവ് വിൻഡ് ആൻഡ് പവർ, ലൈക്ക് വൈസ് ദ സ്പിരിറ്റ് ഹാസ് പവർ. നമ്മൾ കാറ്റിനെ മനസ്സിലാക്കുന്നത് പോലെ സ്പിരിറ്റിനും ആത്മാവിനും എന്തുണ്ട്, ശക്തിയുണ്ട്. അതിൻ്റെതായ നമുക്ക് അതിനെ ഇൻവിസിബിൾ ആണ് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്പിരിറ്റ് ഹാസ് ദ പവർ ഓഫ് ക്ലെൻസിങ്. ദാറ്റ് ഇസ് വൈ വി സേ ഇറ്റ് ഈസ് ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് എന്തുണ്ട്, നമ്മെ ക്ലെൻസ് ചെയ്യുവാൻ, നമ്മളെ പ്യൂരിഫൈ ചെയ്യുവാൻ, നമ്മളെ ശുദ്ധീകരിപ്പാനുള്ളതായ കഴിവ് ആർക്കുണ്ട്? ആത്മാവിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പരിശുദ്ധ ആത്മാവ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഹു ഈസ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വാട്ട് ഹി ഡസ്. ആരാണ് പരിശുദ്ധാത്മാവ്, എന്താണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്നതായ കാര്യമാണ് പറയുന്നത്. അതിവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ്. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് തൃത്വത്തിൽ മൂന്നാമനാണ്. അതാണ് ദ തേർഡ് മെമ്പർ ഓഫ് ദി ഗോഡ് ഹെഡ്. ഹി ഈസ് ഈക്വൽ വിത്ത് ഗോഡ് ദ ഫാദർ ആൻഡ് ഗോഡ് ദ സൺ, തേർഡ് പേഴ്സൺ ഓഫ് ദി ട്രിനിറ്റി. പിതാവിനോടും പുത്രനോടും സമനാണ് ആര്? പരിശുദ്ധാത്മാവ്. തൃത്വത്തിൽ മൂന്നാമനാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തെ പോലെ തന്നെ, പുത്രനായ ക്രിസ്തുവിനെ പോലെ തന്നെ പരിശുദ്ധാത്മാവും ഒരു വ്യക്തിയാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ ഇൻഫ്ലുവൻസ്, ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ പവർ ഓൺലി, ബട്ട് ഹി ഈസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ആരാണ്? ഒരു വ്യക്തിയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, വിശ്വാസികളാകുന്ന അനേക പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയാണ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പോലെ അതുപോലുള്ള ഒരു പവർ മാത്രമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം, അനവധി നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു മനുഷ്യൻ
എഴുന്നേറ്റു. ഹെററ്റിക്കൽ ടീച്ചിങ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ദുരുപദേശകനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റു. അയാളുടെ പേര് അരിയൂസ് എന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതായ ഒരു ശക്തി മാത്രമാണ് പരിശുദ്ധാത്മാവ്. അത് നമ്മളെ സ്വാധീനിക്കുകയും നമ്മെ വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരിക്കലും എന്തല്ല, ഒരു വ്യക്തിയല്ല എന്ന് പറയുവാനിടയിൽ തീർന്നു, അങ്ങനെ പഠിപ്പിക്കുവാനിടയിൽ തീർന്നു. യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം ഹെററ്റിക്കൽ ടീച്ചിങ് അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലാണ് അരിയൂസിൻ്റെ വാദം എന്ന് അതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ AD 325 നിക്കിയ സുനഹദോസ് കൂടിയത്. ആ സുനഹദോസിൽ വെച്ച് അദ്ദേഹത്തിൻ്റെതായ ഉപദേശത്തെ തിരസ്കരിക്കുകയും അത് ദൈവികമല്ല എന്ന് പ്രസ്താവിക്കുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോഴേ ഇവിടെ കാണുവാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ആരാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. കേവലം ഒരു ശക്തി മാത്രമല്ല, ഒരു ഇൻഫ്ലുവൻസ്, നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഘടകം മാത്രമല്ല, പകരം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നുള്ളതായ കാര്യം മനസ്സിലാക്കുക. പിതാവിനെ പോലെ തന്നെ പുത്രനെ പോലെ തന്നെ ഈക്വൽ സ്റ്റാറ്റസ് ഉള്ളതായ ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഇനിയും ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ഓൺലി എ പേഴ്സൺ ബട്ട് ഹീസ് എ ഡിവൈൻ ബീയിങ്. യേശുക്രിസ്തു ഒരു മനുഷ്യൻ മാത്രമല്ല, സോറി പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ മാത്രമല്ല, പകരം ആരുകൂടെ ആണ്? ഒരു വ്യക്തി മാത്രമല്ല, പകരം ആരുകൂടെയാണ്? ദൈവത്വമുള്ളതായ ഒരു ശക്തി കൂടെയാണ് പരിശുദ്ധാത്മാവ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? നെവർ ട്രീറ്റ് ഹിം ആസ് ഇൻഫീരിയർ പേഴ്സൺ ഇൻ ദി ഗോഡ് ഹെഡ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ കുറഞ്ഞതായി വിലയിരുത്തുവാനോ അത് ഇൻഫീരിയർ ആയിട്ട് കാണുവാനോ പാടില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ്. ഇനിയും അടുത്ത കാര്യം പറയുന്നതെന്ന് പറയുന്നത് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമായിരിക്കും, ചെറിയ ഫോണ്ടിലായതുകൊണ്ട് കാണാൻ പ്രയാസമാണോ എന്ന് എനിക്കറിയില്ല. കാണാൻ പ്രയാസമാണ്. ഞാൻ ചെയ്താൽ മതിയോ? പറ്റുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അത് എൻ്റെ പോരായ്മയുണ്ട്. വരും ദിവസങ്ങളിൽ പഠിച്ചിട്ട് കുറെ കൂടെ വൃത്തിയായിട്ട് ചെയ്യാം. ഓക്കെ. ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നതാണ് അടുത്ത കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹി പൊസസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഗോഡ് എലോൺ ഹാസ്. ദൈവത്തിന് മാത്രമുള്ളതായ ചില സ്വഭാവങ്ങളുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തുവാനിടയിൽ തീർന്നത്. അതെന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ God has an eternal nature. ദൈവത്തിന് എന്തുണ്ട്? ഒരു എറ്റേണൽ നേച്ചറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അനാദിയിൽ ഉള്ളവനാണ്. അപ്പം ഇറ്റേണൽ ആണ്. ഇറ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റേണൽ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എവർലാസ്റ്റിംഗ്, അനാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ആരംഭിച്ചത്, എവിടെയാണ് അവസാനിക്കുന്നത് എന്ന് അറിയത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ദൈവത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. ആദിയിൽ ദൈവം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള ഇൻട്രഡക്ഷൻ തന്നിട്ടല്ല. അപ്പോൾ ദൈവം ആരാണ്? അനാദി ശാശ്വതനായി നിലകൊള്ളുന്നു. ഇനിയും എവിടെയാണ് ആരംഭമെന്നും എവിടെയാണ് അവസാനവും എന്നും അറിയത്തില്ല എന്നതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആരംഭവും അവസാനവും നമുക്കറിയത്തില്ല എന്നതാണ് പറയുന്നത്. ഇനിയും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് God is omnipotent. God is omnipotent. ഇത് 3 പദങ്ങളാണ്. omnipotent, omniscient and omnipresent. ഈ 3 പദങ്ങൾ ലത്തീൻ പദത്തിൽ നിന്ന്, ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് ഈ 3 പദങ്ങൾ. എന്താണ് ഓംനിപൊട്ടൻ്റ് എന്ന് പറയാം? ഓംനിപൊട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവശക്തൻ എന്നാണ് ആ വാക്കിനർത്ഥം. സർവശക്തൻ എന്നാണ് ആ വാക്കിനർത്ഥം. അത് നമുക്ക് കാണാൻ കഴിയുന്നത് 104-ാമത്തെ സങ്കീർത്തനം 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 104-ാമത്തെ സങ്കീർത്തനം 104:30. ദൈവം സർവശക്തനാണ്. ശ്രദ്ധിക്കുക, അവൻ തൻ്റെ ശ്വാസം അയക്കുമ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞേ? സൃഷ്ടിക്കപ്പെടുന്നു. നമ്മൾ എന്താ പറയുന്നത്? ദൈവം ആരാണെന്നാ പറയുന്നേ?
ദൈവം സർവശക്തൻ. അതിന് ലത്തീൻ പദം ഉപയോഗിച്ചിരിക്കുന്നതാണ്, ആ പ്രത്യേക വാക്കാണ് ഒമ്നിപൊട്ടൻറ്റ്. നമ്മൾ പലാവർത്തി ഇവിടെ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കുക. ലത്തീൻ പദമാണ് ഒമ്നിപൊട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവശക്തൻ എന്നാണ് അതിന് അർത്ഥം. ആ വാക്കിന് അർത്ഥം ഒമ്നിപൊട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് പവർഫുൾ എന്നാണ് അതിനർത്ഥം. അപ്പം ദൈവം ആരാണ്? ദൈവം സർവശക്തനാണ്. അവൻ തൻ്റെ വായിലെ ശ്വാസം അയക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവ സൃഷ്ടിക്കപ്പെടുന്നു. ദൈവം സർവശക്തനാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് സൃഷ്ടിയിൽ കൂടെയാണ് ദൈവം തൻ്റെ ആ ശക്തി വെളിപ്പെടുത്തിയെന്നാണ് കാണാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. രണ്ടാമത്തെ വാക്യം പറയുന്നത് എന്താണ്? ഭൂമി പാഴായിട്ടും ശൂന്യമായും ഇരുന്നു. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നെനിക്ക് ഓർമ്മയില്ല, എനിക്കറിയില്ല. ഈ 2 വാക്യങ്ങൾക്ക് ഇടയിൽ കോടാനുകോടി വർഷങ്ങളുടെ അന്തരമുണ്ട്. മനസ്സിലാവുന്നു? 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും തമ്മിൽ കോടാനുകോടി വർഷങ്ങളുടെ അന്തരമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നോക്കിക്കേ, ആദിയിൽ ദൈവം എന്ത് ചെയ്തെന്നാണ് പറഞ്ഞേ? ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. 2-ാമത്തെ വാക്യം പറയുന്നത്, നമ്മൾ പെട്ടെന്ന് വായിക്കുക 2-ാമത്തെ വാക്യത്തിൽ. 2-ാമത്തെ വാക്യം പറയുന്നത് എന്തെന്നറിയുമോ? ഇത് പാഴായിട്ടും ശൂന്യമായിട്ടും ഇരുന്നു. അപ്പോൾ ദൈവം പാഴാകാനും ശൂന്യമാകുവാനും വേണ്ടിയാണോ ഒരു പ്രവൃത്തി ചെയ്തത്, ഒരു സൃഷ്ടി ചെയ്തത്? ആണോ? അല്ല. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ബുക്ക് ഓഫ് ഐശയ്യ ചാപ്റ്റർ 45 വേഴ്സ് 18. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായം. ആ ആ ആ ആ ആ വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ സൃഷ്ടിച്ചത്. നോക്കിക്കേ, ഉൽപ്പത്തി 1-1 പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ 2-ാമത്തെ വാക്യം പറയുന്നു, ഭൂമി എന്തായി തീർന്നു? പാഴായി തീർന്നു, ശൂന്യമായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദ എർത്ത് വാസ് ഫോംലെസ് ആൻഡ് വോയിഡ് ആൻഡ് ഡാർക്ക്നെസ് വാസ് ഓവർ ദ സർഫേസ് ഓഫ് ദ ഡീപ്പ്. അപ്പോൾ ഈ ഭൂമി എന്തായി തീർന്നു? പാഴായി തീർന്നു, ശൂന്യമായി തീർന്നു. എങ്ങനെ ഈ ഭൂമി പാഴായി തീർന്നത്? എങ്ങനെ ഇത് ശൂന്യമായി തീർന്നത്? യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഇതിനെ ദൈവം സൃഷ്ടിച്ച ഒരിക്കലും എന്തിനല്ല? പാഴാകാൻ വേണ്ടിയല്ല. പാഴെന്ന് പറഞ്ഞാൽ പ്രയോജനരഹിതം എന്നർത്ഥം. പാഴായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. പകരം എന്തിനു വേണ്ടിയാ? മനുഷ്യനെ പാർപ്പിക്കുവാൻ വേണ്ടിയാ ദൈവം ഇതിനെ സൃഷ്ടിച്ചത്. പക്ഷെ ഇവിടെ പറയുന്നു, ഈ ഭൂമി എന്തായി തീർന്നു? പാഴും ശൂന്യമായി തീർന്നു എന്നാ പറയുന്നത്. നോക്കിക്കേ, എങ്ങനെയാണെന്നറിയാമോ? നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതായ മനോഹര രൂപിയായ ദൂതൻ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്തായി തീർന്നു? ഈ ഭൂമി പാഴും ശൂന്യമായി തീരുവാനിടയിൽ. തൽസ്ഥാനത്ത് നിന്ന് അവരെ ദൈവം നീക്കുവാനിടയിൽ തീർന്നു. ആ ഭൂമി പാഴും ശൂന്യമായി തീരുവാനിടയിൽ തീർന്നു. എന്നാൽ ഈ പാഴായ ഭൂമിയെ, ശൂന്യമായ ഭൂമിയെ ദൈവം എന്ത് ചെയ്തില്ലെന്നാണ് പറഞ്ഞേ? ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, 2-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ഇതിനെ ദൈവം എന്ത് ചെയ്തെന്നാണ് പറഞ്ഞേ? ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു, ബ്രൂഡ് ഓവർ ചെയ്തു. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ്, സൃഷ്ടിയുടെ ആത്മാവ് എന്ത് ചെയ്തെന്ന് പറഞ്ഞേ? ഇതിനെ സംരക്ഷിച്ചു. എന്താ? ഇത് എന്നേക്കുമായി നശിച്ചു പോകാതെ, ഇത് പാഴായി തീരാതെ, എന്നേക്കുമായി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആത്മാവ് ഇതിനെ എന്ത് ചെയ്തു? ഇതിനെ പരിരക്ഷിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു എന്നാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിവിടെ പറയുന്നത് ദൈവം ഒമ്നിപൊട്ടൻ്റ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആരാണ്? സർവശക്തനാണ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ തെളിയിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്തു? ഈ പാഴും ശൂന്യമായ ഭൂമിയെ എന്ത് ചെയ്തു? അതിൻ്റെ മേൽ പരിവർത്തിച്ചു, അതിനെ സംരക്ഷണം ചെയ്തു, അതിനെ വലയം ചെയ്തു, ഒരു ലെയർ അതിൻ്റെ മേൽ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്, നഷ്ടപ്പെട്ട് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി. ഇനി നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ. നമ്മളുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞതുപോലെ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ, സ്റ്റബോണായിട്ട്, റിബല്യസ് ആയിട്ട്, ജീവൻ നഷ്ടപ്പെട്ടവരായി, ഇരുൾ നിറഞ്ഞവരായി, ദൈവത്തിൽ നിന്ന് അകന്നവരായി, ദൈവകുടുംബവുമായി ബന്ധമില്ലാത്തവരായി,
കഴിഞ്ഞിരുന്നതായ അവസ്ഥയാണ് നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? ഒമ്നിപൊട്ടൻസ് അവിടെ എന്ത് ചെയ്യുന്നു? ഒമ്നിപൊട്ടൻ്റ് എന്താ ചെയ്യുന്നത്? സർവശക്തൻ എന്ത് ചെയ്തു? നമ്മെ പരിപാലിച്ചു. നാം നഷ്ടപ്പെടാതെ, നശിച്ചു പോകാതെ, നിത്യത ഇല്ലാതായി തീരാതിരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനിടയിൽ തീർന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ആ സർവശക്തൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം പാഴായി തീർന്നതായ, ശൂന്യമായി തീർന്നതായ ഒരു പാസ്റ്റ് നമുക്കുണ്ടായിരുന്നു. അതിനെ മാറ്റിയത്, അതിനെ റിഫോം ചെയ്തത്, അതിനെ ട്രാൻസ്ഫോം ചെയ്തത് എന്താണ്? പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന് എന്തുണ്ട്? സർവശക്തി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനിയും രണ്ടാമത്തെ കാര്യം കാണുന്നത് എന്താണെന്നറിയാമോ? ഹീ ഈസ് ആൻ ഒംനിഷ്യന്റ് ഗോഡ്. ഹീ നോസ് ഓൾ തിങ്സ്. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ ലേഖനം 2-ന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ ലേഖനം ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും എന്ത് ചെയ്യുന്നു? ആരായുന്നു. അപ്പം ഇവിടെ പറയുന്നത് ദൈവം ആരാണ്? ദൈവത്തിന് മാത്രമുള്ള ക്വാളിറ്റി എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ദൈവം ഹീസ് ആൻ ഇറ്റേണൽ ഗോഡ്. അവൻ നിത്യനായ ദൈവമാണ്. ആയതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ആരാണ്? നിത്യനാണ്. രണ്ടാമത് പറഞ്ഞു ഹീസ് എ ഒംനിപൊട്ടൻറ്റ്. ദൈവം സർവശക്തനാണ്. ആയതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ആരാണ്? സർവശക്തനാണ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞു ഹീസ് ആൻ ഒംനിഷ്യന്റ് ഗോഡ്. ഒംനിഷ്യൻ എന്ന് പറഞ്ഞാൽ സർവജ്ഞാനി. ഹീ നോസ് ഓൾ തിങ്സ്. നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുന്നു. നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്ന് നമുക്കറിയാൻ കഴിയത്തില്ല. നമ്മുടെ ഹൃദയം ദൈവത്തിന് അറിയാം. പക്ഷേ ദൈവത്തിൻ്റെ ആഴമായ സത്യങ്ങളെ ഗ്രഹിപ്പാൻ നമുക്ക് നമ്മുടെ ഈ ചെറിയ മനസ്സുകൊണ്ട് സാധ്യമല്ല. എന്നാൽ അത് ആരാ നമുക്ക് വെളിപ്പെടുത്തി തന്നത്? ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലുള്ളതായ ആ മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അപ്പോസ്തലന്മാർക്ക്, പുരോഹിതന്മാർക്ക്, പ്രവാചകന്മാർക്ക് ഒക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ആരാണ്? അതിന് മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പം പരിശുദ്ധാത്മാവിന് മറവായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇനിയും ആഴിയുടെ അടിത്തട്ടിൽ പോയി നമ്മൾ പാർത്തെന്ന് പറഞ്ഞാലും അവിടെ എന്തുണ്ടെന്ന് പറഞ്ഞേ? സർവശക്തൻ്റെ ദൃഷ്ടിയുണ്ട്. സർവശക്തൻ അത് അറിയുന്നു. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ മറച്ച് ഒളിച്ച് ഒരു കാര്യവും ഒരു വ്യക്തിക്കും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും എന്നെ ആരും കാണുന്നില്ലല്ലോ, അറിഞ്ഞില്ലല്ലോ, എന്നെ അറിയുന്ന ആരുമില്ലല്ലോ എന്ന് ഒരു പക്ഷേ പരിതപിച്ചേക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോ ചലനങ്ങളും, ഓരോ വാക്കുകളും, ഓരോ ചിന്തകളും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്ന പറഞ്ഞേ? വിവേചിച്ചറിയുന്നു. അപ്പോൾ ഹീ ഈസ് ആൻ ഒംനിഷ്യന്റ് ഗോഡ്. അപ്പോൾ ഈ 3-4 പദങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഹീ ഈസ് ആൻ ഇറ്റേണൽ ഗോഡ്, ഹീ ഈസ് ഒംനിപൊട്ടൻറ്റ്, ദെൻ ഒന്ന് പറയാം അടുത്ത പദം ഓംനിഷ്യന്റ്. ഇനിയും അടുത്ത പദം എന്ന് പറയുന്നത് ഒംനിപ്രസൻറ്റ്. ഒംനിപ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഈസ് എവരിവെയർ പ്രസൻറ്റ്. ദൈവം എല്ലായിടവും ഉണ്ട് എന്നതാണ് അത് കാണിക്കുന്നത്. ഗോഡ് ഈസ് എവരി പ്രസൻറ്റ് എന്നതുപോലെ പരിശുദ്ധാത്മാവ് എന്തുണ്ട്? എല്ലായിടവും ഉണ്ട്. 139-ാമത്തെ സങ്കീർത്തനം 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 139-ാമത്തെ സങ്കീർത്തനം 7-ാമത്തെ വാക്യം. അവിടെ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, നിന്റെ ആത്മാവിനെ ഒളിച്ചിട്ട് ഞാൻ എവിടേക്ക് പോകും? നിന്റെ തിരുസന്നിധി വിട്ടിട്ട്. അപ്പം പരിശുദ്ധാത്മാവിനെ ഒളിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? എവിടെയും പോയി മറയാൻ കഴിയത്തില്ല. കയ്യിൻ ഓടി മറയുന്നു. ദൈവം ചോദിക്കുകയാണ്, കയ്യിനെ നീ എവിടെ? അപ്പം നമ്മളോടും ദൈവം ചോദിക്കുക, നീ എവിടെ? നമുക്ക് പരിശുദ്ധാത്മാവിനെ മറച്ച് ഒരു കാര്യവും ചെയ്യാൻ കഴിയത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 14-17-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? എൻ്റെ സമയം ഇവിടെ തീരുന്നു. ഓക്കെ. ലോകം അവനെ അറിയുകയോ കാണുകയോ ചെയ്യുകയാൽ അവനെ പ്രാപിപ്പാൻ കഴിയത്തില്ല. ഇവിടെ സർവനാമമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പേഴ്സണൽ പ്രോനൗൺ ആണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഉപയോഗിച്ചിരിക്കുന്നത്. ഹീ, ഇംഗ്ലീഷിൽ ഹീ, അവൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. ഞാൻ മുമ്പേ പറഞ്ഞു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്.
ദ പേഴ്സണൽ പ്രൊനൗൺ ഈസ് യൂസ്ഡ് ഫോർ ഹിം. പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്താൻ വേണ്ടി പേഴ്സണൽ പ്രൊനൗൺ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വനാമം. നാമത്തെ വിശേഷിപ്പിക്കുന്നതിനാണെന്നല്ലോ നമ്മൾ പറയുന്നത്. മലയാളം പഠിച്ചവർക്കറിയാം, ഗ്രാമർ പഠിച്ച് സർവ്വനാമം എന്ന് പറയുന്നത് ഇല്ലേ. അപ്പം ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്നതായ ഒരു പദമാണ് എന്തെന്നറിയാമോ? കംഫോർട്ടർ അല്ലെങ്കിൽ കൗൺസിലർ. അതിനെന്താ പറയുന്നത് മലയാളത്തിൽ? ഉപദേഷ്ടാവ്, കാര്യസ്ഥൻ എന്നൊക്കെയാണ് ആ പദം നമ്മൾ വേദപുസ്തകത്തിൽ മലയാളത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് ആരാണ്? കാര്യസ്ഥനാണ്. കാര്യസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു വീട്ടിൽ ഒരു വലിയ കുടുംബം, പഴയ കാലത്തെ കുടുംബചരിത്രമൊക്കെ നമുക്കറിയാം. വലിയ കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടി ഒരു പ്രത്യേക ആളിനെ അപ്പോയിൻ്റ് ചെയ്യും. ആ ആളിനെയാണ് എന്തെന്ന് പറയുന്നത്? അദ്ദേഹമാണ് അവിടുത്തെ ഫിനാൻസ് കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്. അപ്പോൾ ആ മനുഷ്യനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്? കാര്യസ്ഥൻ. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ കാര്യാദികളെയൊക്കെ നോക്കി നടത്തുന്നതുകൊണ്ട് നമ്മുടെ സകല കാര്യങ്ങളും അറിയുന്നതും സകല കാര്യങ്ങളും ചെയ്യുന്നതുമായ ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥൻ എന്ന് പറയുന്നു. ഇനിയും ഉപദേഷ്ടാവ്, നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിനെ കംഫോർട്ടർ അല്ലെങ്കിൽ കൗൺസിലർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. അപ്പം ഇവിടെ ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വായിച്ചതായ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അനദർ കംഫോർട്ടർ, മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയക്കും. ഇനി അതേ വാക്യത്തിൽ തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്, അവനെ ലോകം അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവനെ പ്രാപിപ്പാൻ കഴിയത്തില്ല. അപ്പം അവനെ എന്ന് ഹി എന്ന് പദം ഉപയോഗിക്കുന്നത് ആരെയാണ്? എന്തിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നതെന്ന് അറിയാമോ? എന്തിനാ ഇത് പറയുന്നത്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം സർവനാമം ഉപയോഗിച്ചിരിക്കുന്നു. ഹീ നോ എവറിതിങ്. അപ്പോൾ ലോകത്തിന് അവനെ പ്രാപിപ്പാൻ കഴിയത്തില്ല, അവനെ നിങ്ങൾ അറിയുന്നു. പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനാണ്. നമ്മൾ ഈ ബേസിക്കായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണിത്. അതിനുവേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നത്. ഇനി അടുത്ത കാര്യത്തിൽ പറയുന്നത്, we usually divide the categories of personality into 3 realms. നമ്മൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് 3 നിലയിലാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് പറയാമോ? അതിവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിശക്തി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷൻ, സെൻസിറ്റീവ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിൽ അല്ലെങ്കിൽ ഇച്ഛാശക്തി. അപ്പോൾ നോക്കിക്കേ, പരിശുദ്ധാത്മാവിന് എന്തുണ്ട് എന്നാണ്, എന്തെല്ലാം വ്യക്തിത്വമുണ്ട്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ വേണ്ടി 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവിന് എന്തുണ്ട്? ഇൻ്റലിജൻ്റ് ആണ്, ബുദ്ധിശക്തി ഉണ്ട്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിന് എന്തുണ്ട്? വൈകാരിക തലമുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇച്ഛാശക്തി ഉണ്ട് എന്നുള്ളതായ കാര്യമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഇച്ഛാശക്തിയെക്കുറിച്ച് പറയുന്നത്? 1 കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ വാക്യം. സമയം പറയാൻ പാസ്റ്റർ എനിക്ക് കുറച്ച് സമയം കൂടെ തന്നിരിക്കുകയാണ്. ദൈവമക്കൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പം 1 കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവിന് ഇച്ഛാശക്തി ഉണ്ട് എന്നാണ് പറയുന്നത്. വിൽ പവർ. നോക്കിക്കേ, ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിന് എന്തുണ്ട്? വിൽ പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ കൃപാവരങ്ങളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവിന് എന്തുണ്ട്? അവനവന് ആഗ്രഹിക്കുന്നത് പോലെ, ഇച്ഛിക്കുന്നത് പോലെ, ഇച്ഛിക്കുന്നത് പോലെ എന്ത് ചെയ്യാൻ കഴിയും? വരങ്ങളെ പകുത്തു കൊടുക്കുവാൻ, വരങ്ങളെ വിഭജിച്ചു കൊടുക്കുവാൻ ആർക്ക് കഴിവുണ്ട്? പരിശുദ്ധാത്മാവിന് കഴിയും എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിത്ത് ദ ഇൻ്റലക്ട് എ പേഴ്സൺ ക്യാൻ നോ ആൻഡ് തിങ്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നത് ഇൻ്റലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന് 3 തലമുണ്ട്, 3 ക്വാളിറ്റീസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഒരു വ്യക്തി ആയതുകൊണ്ട് 3 തലം അല്ലെങ്കിൽ 3 അവസ്ഥകളുണ്ട്. ഒന്ന് ഈ ബുദ്ധിശക്തി അല്ലെങ്കിൽ ഇൻ്റലക്ട് എന്നാ പറയുന്നത്. എന്താണ് ഇൻ്റലക്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. വിത്ത് ദ ഇൻ്റലക്ട് എ പേഴ്സൺ ക്യാൻ നോ ആൻഡ് തിങ്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും? തിങ്ക് ചെയ്യുവാനുള്ള കഴിവ്, മനസ്സിലാക്കുവാനുള്ള കഴിവ്, പിന്നെ അറിയുവാനുള്ള കഴിവ്. ഈ 3 കഴിവും ആർക്കുണ്ട്?
നമ്മളുടെ ബേസിക് എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് ആരാണെന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് അത് തെളിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പം പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യാൻ കഴിയും? തൻ്റെ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനിയും പരിശുദ്ധാത്മാവിന് എന്തുണ്ടെന്ന് അറിയാമോ? ഇമോഷൻ ഉണ്ട്, ഇമോഷണൽ കപ്പാസിറ്റി. എ പേഴ്സൺ ക്യാൻ ഫീൽ ആൻഡ് ലവ്. ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇമോഷൻ്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? സങ്കടം തോന്നുക, എന്താ വികാരം, ദേഷ്യം തോന്നുക, സ്നേഹം പ്രകടിപ്പിക്കുക, ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? ഇമോഷൻ്റെ ഭാഗമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനും എന്തുണ്ട്? ഈ ക്വാളിറ്റീസ് എല്ലാം ഉണ്ട് എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന് ഇമോഷനുണ്ട് എന്ന് പറയുന്നതിന് തെളിവായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് 4:30 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ഇമോഷണലായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദുഃഖിപ്പിക്കുവാൻ കഴിയും. അപ്പോൾ പരിശുദ്ധാത്മാവ് സെൻസിറ്റീവാണ് അല്ലെങ്കിൽ ഇമോഷണലാണ് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനിയും അടുത്തതായിട്ട് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിന് എന്തുണ്ടെന്ന് അറിയാമോ? ഇച്ഛാശക്തി ഉണ്ട്. അതാണ് മുമ്പേ നമ്മൾ വായിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ ഓരോരുത്തർക്കും അതത് വരം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എന്ത് ചെയ്യുന്ന പറയുന്നത്? അത് പകുത്തു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇനിയും അടുത്ത കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, we usually divide the categories of the personality into 3 realms. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആവർത്തിച്ചതേ ഉള്ളൂ. ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ക്ലാസ്സിൽ തുടർന്ന് ഉള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എനിക്ക് കുറച്ച് സമയം കൂടെ അനുവദിച്ചു തന്ന കർത്താവ് ദാസന് വീണ്ടും നന്ദി പറയുന്നു. ദൈവമായ കർത്താവ് നമ്മെ അവരെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.